പാർട്ട് 3 നാടുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബുദാബി എയർപോർട്ട് എത്തി. അടിപൊളി എയർപോർട്ടായിരുന്നു. പക്ഷേ മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ല, കാരണം ബീസോണും ഗേറ്റും തപ്പിപ്പിടിച്ചുള്ള ഓട്ടത്തിലായിരുന്നു. പക്ഷേ കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡാക്കി. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സീറ്റിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ എനിക്ക് ലക്കടിച്ചു. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. പിന്നെ വിൻഡോ സീറ്റിൽ കൂടെ കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ മെനു കാർഡ് എടുത്ത് നോക്കി, ജസ്റ്റ് അപ്പുറത്ത് ഇപ്പുറത്ത് തിരിച്ച് നോക്കിയുള്ളൂ കേട്ടോ, ഒന്നും ഓർഡർ ആക്കിയില്ല. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഏറെ ഫുഡിക്ക് അത്ര തോന്നിയില്ല, അത്യാവശ്യം അഫോർഡബിൾ ഫുഡായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞാൻ നല്ല ഉറക്കമായി. അങ്ങനെ ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അനൗൺസ്മെൻറ്റ് വന്നു, ടിബ്ലീസി എയർപോർട്ട് എത്താറായി എന്നുള്ളത്. അതിന് മുമ്പുള്ള കാഴ്ചകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ എയർപോർട്ട് എത്തി, പ്രൊസീജിയേഴ്സൊക്കെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏജൻസി എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ഏജൻസിക്കാർ എൻ്റെ ലഗേജ് ഉന്തി തന്നു. പിന്നെ ഞാൻ വന്നന്ന് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എന്നെ പിക്ക് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു വിശക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു വിശക്കുന്നുണ്ടെന്ന്. അങ്ങനെ എന്നെ നേരെ കൊണ്ടുപോയത് റോയൽ കിച്ചണിലേക്കാണ്. റോയൽ കിച്ചണിൽ നിന്ന് ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി ഓർഡറാക്കി. നല്ല ബിരിയാണിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പാലട പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പാലട പായസം പക്ഷേ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് എന്നെ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടാക്കി. ഇനി ജോർജിയയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വ്ളോഗ് ഇടുന്നതായിരിക്കും. ബൈ.